അവൻ്റെ ഭവനത്തിൽ നിന്ന് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആശ്രയം എവിടെയാ? പന്നികളുടെ കൂടെയാണ്. സ്തോത്രം. നമുക്കൊന്ന് പ്രാർത്ഥനയിൽ ഉണരാം പ്രിയമുള്ളവരെ. പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാം. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. കർത്താവിന് മഹത്വം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് കടന്നു വന്ന കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനായി ദൈവം സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാൻ. കാണാതെ അറിയാവുന്ന ഭാഗമാണ്. സ്തോത്രം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കേട്ട തിരുവചനത്തിനായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അങ്ങയുടെ ജനം കടന്നു വന്നിരിക്കുന്നത് മറ്റുള്ള കഥകൾ കേൾക്കാനോ മറ്റുള്ള കാര്യങ്ങൾ കാണാനോ ഞങ്ങളുടെ സൗന്ദര്യം കാണാനോ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കാണാനോ ഒന്നിനുമല്ല, ഞങ്ങളുടെ കഴിവുകൾ കാണാനുമല്ല കടന്നു വന്നിരിക്കും കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ മക്കൾ കടന്നു വന്നിരിക്കുന്നത് അങ്ങിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, അങ്ങിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കണ്ണുനീരോടും കൂടി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ചിലത് പ്രാപിച്ച് തന്നെ ഇതിനകത്തു നിന്ന് മടങ്ങുവാൻ ദൈവം അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. 5-ാം തീയതി വെള്ളിയാഴ്ച ദൈവം തന്നൊരു വചനമാണിത്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വളരെ ഹൃദയഭാരത്തോടെ ഭാരപ്പെട്ട് ഞരങ്ങി ഇങ്ങനെ വല്ലാതെ പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ അന്ന് രാത്രി കിടക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അതിരാവിലെ ഭയങ്കര ഒരു കൊടും മുഴക്കത്തോടെ ഒരു വചനം എന്നിലേക്ക് കടന്നു വന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതിന് മറുപടിയായിട്ട് ഹല്ലേലൂയ സ്തോത്രമാണ് ഈ വാക്യം ദൈവാത്മാവ് എന്നെ കേൾപ്പിച്ചു. ഞാൻ വൈഫിനോട് പറഞ്ഞു, എടീ ഞാൻ ഇങ്ങനെ ഒരു വാക്യം ഹല്ലേലൂയ കേട്ട്, ഹല്ലേലൂയ പെട്ടെന്ന് അതിൻ്റെ പോർഷൻ ഞാൻ ബൈബിൾ മറിച്ചു. അതിൽ നിന്നാണ് ഹല്ലേലൂയ ഈ വാക്യം ദൈവാത്മാവ് എന്നെ കാണിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് വായിക്കാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും കർത്താവ് വന്നിരിക്കുന്നത്. The thief comes only to steal and kill. മലയാളത്തിലെ കിൽ എന്നുള്ള പദമില്ല, ഇംഗ്ലീഷിലെ കിൽ എന്നുള്ള പദമുണ്ട്. സ്തോത്രം. മലയാളത്തിലെ അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നെ കാണിച്ചതായ കാര്യമാണ്. ഹല്ലേലൂയ. പിശാച് ഹല്ലേലൂയ കടന്നു വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും, നമ്മളിലുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും വലിച്ചെടുക്കുക. സ്തോത്രം. ആത്മീയമായിട്ട് ഹല്ലേലൂയ മുന്നോട്ട് പോകുന്നതായ വ്യക്തികളെ ഉന്മൂലനാശം ചെയ്യുക. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിശാചിൻ്റെ തന്ത്രം നാം മനസ്സിലാക്കണം. ഒരു ഫിസിക്കൽ ആക്ഷൻ മാത്രമല്ല പിശാചിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവുമായുള്ള ബന്ധത്തെ, ദൈവവുമായുള്ള ദൈവ പൈതലിൻ്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുക, ഇതാണ് പിശാചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് പിശാച് എങ്ങനെയെങ്കിലും വ്യക്തികളെ വലിച്ചു കൊണ്ടുപോകുക, ഇതാണ് പിശാചിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ. ഏതൊക്കെ മേഖലകളിലാണ് പിശാച് നമ്മെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഹല്ലേലൂയ താഴോട്ട് ചിന്തിക്കാം. ഹല്ലേലൂയ. ചില മേഖലകളിൽ നാം ഉറങ്ങുമ്പോഴാണ്. സ്തോത്രം. ഈ ഉറക്കമെന്ന് പറയുന്നത് ശാരീരിക ഉറക്കമാണോ? അല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ പിശാച് കടന്നു വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പിശാചിനെ അവിടെ നിർത്താം. കള്ളൻ കടന്നു വരുന്നത് എപ്പോഴാണ്? കള്ളൻ കടന്നു വരുന്നത് നാം ഉറങ്ങുമ്പോഴാണ്, രാത്രിയിലാണ്, അർദ്ധരാത്രിയിലാണ്. സ്തോത്രം. നമുക്ക് ശാരീരികമായിട്ട് നമ്മൾ ഉറങ്ങുന്നു, ക്ഷീണമാണ്. സ്തോത്രം. ഈ ഉറക്കം ഹല്ലേലൂയ ശാരീരികമായിട്ടുള്ള ഉറക്കം. ഫിസിക്കൽ ഉറക്കം അത് ആത്മീയവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നാം ഒത്തിരി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നങ്ങ് ഉറങ്ങിപ്പോ, അന്നത്തെ പ്രാർത്ഥനയും കുറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ചില മേഖലകളിൽ നാം ഉറങ്ങുമ്പോൾ പിശാച് വന്ന്
കള വിതയ്ക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ആത്മീയമായിട്ട് നാളുകൾ കൊണ്ട് പടുത്ത് പൊക്കിയതായിരിക്കും. പക്ഷേ ഇതിൻ്റെ നടുവിൽ നമ്മൾ അറിയാതെ പിശാച് വന്ന് കള വിതയ്ക്കുവാനിടയായിത്തീരും. അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നേടിയതായ ഹല്ലേലൂയ നമ്മുടെ ആത്മീയ ജീവിതത്തെ നിസ്സാരമായ സംസാരങ്ങൾ കൊണ്ട് അതിനെ നിർവീര്യമാക്കരുത്. സ്തോത്രം. ചിലപ്പോൾ 4 ദിവസമായിരിക്കും, ചിലപ്പോൾ 21 days ആയിരിക്കും. ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ആത്മീയ നിലവാരത്തെ നാം ഉയർത്തി വച്ചിരിക്കും. നിസ്സാരമായ ചില വാക്കുകൾ കൊണ്ടായിരിക്കും പിശാച് അതിൻ്റെ മേൽ ജയമെടുക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. 1 Corinthians 16:13 ഒന്ന് വായിച്ചാട്ടെ. ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ഉറങ്ങിയതായ വ്യക്തികളെ നമുക്ക് കാണാം. ഹല്ലേലൂയ. മണവാളൻ കടന്നു വന്നപ്പോൾ മത്തായി 25:5 മുതൽ ഒന്ന് വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 25-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. നമുക്കറിയാവുന്ന ഭാഗമാണ്, എന്നാലും വചനമൊന്ന് ശബ്ദത്തിലൊന്ന് മുഴങ്ങി കേൾക്കട്ടെ. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു അവിടെ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ദൈവവചനമൊക്കെ കേൾക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, ഹല്ലേലൂയ. പക്ഷേ മയക്കം പിടിച്ച് ചില മേഖലകൾ ഉറങ്ങുകയാണ്. വായിച്ചാട്ടെ. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, കർത്താവ് വരാൻ താമസം ഇല്ല ഇനി. ഹല്ലേലൂയ. നാം നേരത്തെ എക്സോട്ടേഷനിൽ കേട്ടതുപോലെ ഹല്ലേലൂയ, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. സ്തോത്രം. നമ്മുടെ ഈ ജനറേഷനിൽ തന്നെ, നമ്മുടെ സമയത്ത് തന്നെ ബൈബിളിലെ കാര്യങ്ങൾ പൂർത്തീകരണത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. അതായത് പ്രാർത്ഥിക്കുന്നവനും എഴുന്നേറ്റു, പ്രാർത്ഥിക്കാത്തവനും എഴുന്നേറ്റു. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് ഞാനും പ്രാർത്ഥിക്കുന്നതാണ്, ഞാനും വിശുദ്ധ ജീവിതം നയിക്കുന്നതാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട്. വിശുദ്ധന്മാരോട് കൂടെ നടക്കുന്ന അശുദ്ധന്മാരുമുണ്ട്. ഹല്ലേലൂയ. സഭയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സഭയിൽ ഇതുപോലത്തെ ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിനെന്ന് പറഞ്ഞു. ഇതാ മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളി ഉണ്ടായപ്പോൾ എല്ലാവരും എഴുന്നേറ്റതിൻ്റെ കൂട്ടത്തിൽ വിളക്കുള്ളവരും എഴുന്നേറ്റു, അല്ലെങ്കിൽ എണ്ണയുള്ളവരും എഴുന്നേറ്റു, അവരവരെ തെളിയിച്ചു. പക്ഷേ ആരുടെ വിളക്കാ? താഴ്ത്ത് വായിച്ചാട്ടെ. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ. അവസാനം മണവാളൻ വന്നു കഴിഞ്ഞതിന് ശേഷം കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. സഭയെ എടുത്തപ്പെട്ടതിന് ശേഷം കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ. ഹല്ലേലൂയ. നിങ്ങൾ എന്ന് വരാതിരിപ്പാൻ വിൽക്കുന്നിടത്ത് ചെന്ന് പോയി വാങ്ങിക്കൊള്ളുവിൻ എന്നുത്തരം വാങ്ങിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഏത് സമയത്തും വിശുദ്ധ ജീവിതം നയിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഏത് സമയത്തും നാം ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം, തയ്യാറായിരിക്കണം. പിശാച് അറുപ്പാൻ വരികയാണ്. ഈ ചെറിയൊരു കഷ്ണം തടിയെടുത്തിട്ട് എങ്ങനെയാ പിശാച് അതിനെ അറുക്കുന്നേ? കുറേശ്ശെ അറുത്ത് അത് പൂർണ്ണമായിട്ടും ഹല്ലേലൂയ ഇല്ലാതെയാകുന്നു. സ്തോത്രം. ഇതുപോലെയാണ് പിശാചിൻ്റെ തന്ത്രമെന്ന് പറയുന്നത്. ഈവൻ പെട്ടെന്ന് അങ്ങോട്ടൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ, അതായത് നമ്മൾ നോക്കുമ്പോൾ നല്ല ആരാധിക്കുന്നു, നല്ല കൂട്ടായ്മയാണ്, നന്നായിട്ട് സംബന്ധിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഓക്കെ, പക്ഷേ ഏതെങ്കിലും ഒരു കീ ഹോൾ വഴി പിശാച് അകത്ത് കയറും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. ഉറങ്ങാൻ പാടില്ല. ഏതൊക്കെ മേഖലയിൽ കൂടെയാ ഇവൻ കയറി വരുന്നതെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉണരുന്നവരായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ നമ്മുടെ വാച്ച് ടവർ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി. നമ്മുടെ ആർമിയുടെ ഭാഗത്തൊക്കെ വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മേളിലൊരു ആർമിയുടെ ഉദ്യോഗസ്ഥൻ മേളിൽ നിൽക്കും. നമ്മുടെ ഈ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് കൂടെ മേളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം, അതിൻ്റെ സൈഡിലൊരു ഒരു പോലീസ് ഓഫീസർ മേളിൽ നിൽക്കുന്നത് കാണാം. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. അദ്ദേഹം ഏത് സമയവും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഏത് സമയവും ആ ഗണ്ണ് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബൈനാക്കുലർ ഉണ്ട്,
അത് വെച്ച് ദൂരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എവിടെ നിന്ന് ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്ന്. ഹല്ലേലൂയ. ഇതുപോലെയാണ് ഒരു ദൈവ പൈതലിനെ ആ ദേശത്താക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൽ നിന്നെ ആക്കിയിരിക്കുന്നത് ഹല്ലേലൂയ വാച്ച് ടവറിന്റെ മേളിൽ നിൽക്കുകയാ. നീ ഉറങ്ങിക്കഴിഞ്ഞാൽ പിശാച് ഏതെങ്കിലും കീ ഹോൾ വഴി അകത്ത് കയറും. പക്ഷേ അറിയാൻ പറ്റത്തില്ല. അവസാനം വീഴുമ്പോഴായിരിക്കും ഹല്ലേലൂയ മനസ്സിലാകുന്നത്, ഹല്ലേലൂയ അയ്യോ ഞാൻ വീണുപോയല്ലോ എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും അലേർട്ടായിരിക്കണം. പ്രിയമുള്ളവരെ, എന്നെയും നിന്നെയും ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്തു പറയട്ടെ. എന്നെയും നിന്നെയും ഓരോ ഭവനങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്ന ഒരു വാച്ച് ടവറിൽ ആക്കി വെച്ചിരിക്കുന്നത് പോലെയാ. ഹല്ലേലൂയ. അതിനകത്തിരുന്ന് എപ്പോഴും അലേർട്ടായിരിക്കണം. എന്താ സംഭവിക്കാൻ പോകുന്നത്? ദേശത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ കുടുംബത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നതാണ്. ഹല്ലേലൂയ. അല്ലാതെ ഈ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നവരെയല്ല. എങ്ങനെയെങ്കിലും ജീവൻ നയിച്ച് ഹല്ലേലൂയ ഞായറാഴ്ച ഒരു ദിവസം വന്ന് പാസ്റ്ററെ കാണിക്കാൻ വേണ്ടി വന്ന് കുമ്പിടുന്നവരെയല്ല. ഹല്ലേലൂയ. സ്തോത്രം. നേരത്തെ പ്രാർത്ഥിച്ചതായിരിക്കാം. ഹല്ലേലൂയ. പിശാച് ചില കീ ഹോളുകൾ വഴി നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിനെ കണ്ടുണർന്ന് ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അലേർട്ടായിരിക്കണം. പ്രാർത്ഥിക്കാൻ വേണ്ടി അലേർട്ടായിട്ട് ദൈവം നമ്മെ ഹല്ലേലൂയ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് കർത്താവെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഞാൻ ഉപവാസ പ്രാർത്ഥനയിലൂടെ പറഞ്ഞു, കർത്താവെ എൻ്റെ നിത്യത നഷ്ടപ്പെടുവാൻ അനുവദിക്കരുതപ്പാ. ഇൻഡിവിജ്വലാണ്, വ്യക്തിപരമാണ്. സ്തോത്രം. എന്നിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യ പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ നിത്യത നഷ്ടപ്പെടുവാൻ അനുവദിക്കരുതപ്പാ. ഭാര്യ പ്രാർത്ഥിക്കണം എൻ്റെ ഭർത്താവിൻ്റെ, ഭർത്താവ് പ്രാർത്ഥിക്കണം ഭാര്യയുടെ, ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളുടെ, കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും മക്കളും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ സഭയിലുള്ള വ്യക്തികളുടെ. ഹല്ലേലൂയ. നിത്യത നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എൻ്റെ നിത്യത നഷ്ടപ്പെടരുതപ്പാ. ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ച് 50, 60, 100 വയസ്സിനകത്ത് ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഞാൻ മരണപ്പെട്ടു പോകും. എന്നാൽ ഹല്ലേലൂയ കോടി വർഷങ്ങൾ ഹല്ലേലൂയ ആ വേദനയുള്ള നരകത്തിൽ ചെന്ന് കിടക്കണോ, അതോ സ്വർഗരാജ്യത്തിൽ സ്പെൻഡ് ചെയ്യണോ ടൈം? ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ നമുക്ക് തീരുമാനിക്കാം, കർത്താവേ ഞാനൊരു വിശുദ്ധ ജീവിതം നയിക്കും. പിശാചന് അനുവാദം കൊടുക്കത്തില്ല എൻ്റെ മേൽ കയറുവാൻ. ലോകം, ജഡം പിശാചനെ തൊടുകയില്ല എന്ന ആത്മാർത്ഥതയോടെ ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ ഹല്ലേലൂയ അവൻ്റെ മേലൊരു ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ കഴിഞ്ഞ 3 ദിവസവും ദൈവാത്മാവ് ഒരേപോലെ കണക്ട് ചെയ്ത് പറയുവാനിടയായി തീർന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ, പ്രാർത്ഥനയിൽ ഒന്ന് എഴുന്നേൽപ്പാൻ, നിനക്കുള്ള പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുവാൻ. ഹല്ലേലൂയ. 3 ദിവസവും ഹല്ലേലൂയ. ഞാനിന്ന് എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോയെന്ന് ഞാനിങ്ങനെ ഹല്ലേലൂയ ചിന്തിച്ച് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഫാസ്റ്റിങ്ങിലായിരുന്നു, 3 ദിവസവും ഫുള്ള് ഫാസ്റ്റിങ്ങിലായിരുന്നു. ഞങ്ങൾ മിക്കവരും കടന്നു വരുന്നവരൊക്കെ ഫാസ്റ്റിങ്ങിലാണ്. സ്തോത്രം. എന്നാൽ ഫാസ്റ്റിംഗ് തീരുന്നത് ഈ ഫാസ്റ്റിംഗ് പ്രെയർ ഈ തിരുവത്താഴത്തോടു കൂടി ആണ് ഞങ്ങൾ സാധാരണ അതിനെ മുറിച്ച് കളയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മുറിച്ച് കളയുന്നത് മുറിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. സ്തോത്രം. എന്നാൽ ഇന്ന് മെസ്സേജ് ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ഭക്ഷണം കഴിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ നടുവിൽ പറയുന്നത് പുകഴ്ച എടുക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. 7 ദിവസം 21 ദിവസം ഇവിടെ ഫാസ്റ്റിംഗ് പറയാൻ പ്രസംഗിക്കാൻ വന്നൊരു ദേവദാസൻ പാസ്റ്റർ ബൈജു, പുള്ളി 41 days 9 times എടുത്തു വന്നു. ഹല്ലേലൂയ. ഞാനൊരു 7 ദിവസം എടുക്കുമ്പോഴേ ഞാൻ അസ്ഥികൂടമാകും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എനിക്ക് തന്നെ അത് കർത്താവ്, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. 41 days 9 times ഒരു ഭക്ഷണവും കഴിക്കത്തില്ല. അത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് എങ്ങനെയാണെന്ന്. ഹല്ലേലൂയ. ഞാൻ 7 days മാക്സിമം എടുത്തിട്ടുണ്ട്. സ്തോത്രം. ഞാനും വൈഫുമായിട്ട് ഹല്ലേലൂയ നെയ്യാറ്റിൻകരയായിരുന്നപ്പോൾ ഞാൻ കോവിഡിൻ്റെ ടൈമിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാനിടയിൽ നമുക്ക് 3 days ഫാസ്റ്റിംഗ് പ്രെയർ നമ്മുടെ സഭയിൽ വെച്ച് നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കടന്നു വരിക. ഞാൻ എന്തിന് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒരു ദിവസം കടന്നു വന്ന് നോക്കിക്കേ, വലിയ വ്യത്യാസം വരുത്തും. ഹല്ലേലൂയ. ദേശത്തിൻ്റെ കാവൽക്കാരാക്കി നിന്നെ വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ദൈവാത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞതാ, സഭയ്ക്ക് വേണ്ടി, അതായത് ഇത്രയും പൈശാചികമായിട്ട് പിശാച് പ്രവർത്തിച്ച് നമ്മുടെ സഭയെ ഉന്മൂലനാശമാക്കാൻ വേണ്ടി പിശാച് ശ്രമിച്ചു. ഹല്ലേലൂയ. അവൻ്റെ ലക്ഷ്യം ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ. ഇതിനെ വെറും കെട്ടിടമാക്കണം.
അതിനുവേണ്ടി പിശാച് ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, സ്തോത്രം, മുന്നോട്ട് കടന്നു വന്ന് ഉപവസിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഇതിനെ വലിയ വിശാലതയിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. പ്രാർത്ഥനയാലും വചനം പറയുന്നു. പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പുതിയ തലമുറയ്ക്ക് അത് ആവശ്യമില്ല എന്നവർ പറയും. ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താ? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ ജാതി എന്ന് പറഞ്ഞാൽ നമ്മെ തകർക്കാൻ വരുന്ന, നമ്മെ ഉന്മൂലനാശം ചെയ്യാൻ വരുന്ന, പിശാചിനെ കണ്ടുണരുന്ന, ഹല്ലേലൂയ, ഈ ജാതികളെല്ലാം ക്യാൻസൽ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവിനോട് ചേരുവാൻ, കർത്താവിനോട് അടുക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാമതായി, ദൈവവുമായുള്ള ദൈവ പൈതലിൻ്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. സ്തോത്രം. അവൻ കടന്നു വരുന്നത് കുറേശ്ശെ കില്ല് ചെയ്യുവാൻ, അവനെ കൊല്ലുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. കുറേശ്ശെ എൻട്രി ചെയ്തതിന് ശേഷം അവസാനമായിരിക്കും മരണം സംഭവിക്കുന്നത്. അപ്പോഴായിരിക്കും എല്ലാം അറിയുന്നത്. ഇതൊരു മാരകമായ രോഗം ഇങ്ങനെ കയറി പിടിച്ച് കുറേശ്ശെ ശരീരത്തിൽ പിടിച്ച് അവസാനം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ 4-ാം സ്റ്റേജ് 10-ാം സ്റ്റേജ് ഉള്ള സ്റ്റേജ് മാക്സിമം എത്തുമ്പോഴായിരിക്കും അറിയുന്നത് ഇനി മുന്നോട്ടില്ല, ഇനി മരണം മാത്രമേ ഉള്ളൂ. ആ സമയത്തായിരിക്കും മറ്റുള്ളവരെല്ലാം അറിയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ ദിവസവും കഴുകൽ പ്രാപിക്കാം. കർത്താവെ, ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ പറയണം, കർത്താവ്, എൻ്റെ നിത്യത നഷ്ടപ്പെടരുത്, എന്നെ ഇന്ന് പകൽക്കാലം ദൈവം സൂക്ഷിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രൊട്ടക്ഷനിൽ എന്നെ ആക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മാത്രം ഓരോ ദിവസവും ആരംഭിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത, നിരന്തരമായി ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തെ തകർക്കുക. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കീ ഹോളുകളിട്ട് കുറേശ്ശെ ആയിരിക്കും പിശാച് അകത്ത് കയറുന്നത്. സ്തോത്രം. 1 പത്രോസ് 5:9 ഒന്ന് വായിച്ചാട്ടെ. 1 പത്രോസ് 5:7-8. 5:7-8. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന ഒരു ആയുധമാണ് ചിന്താകുലം എന്ന് പറയുന്നത്. സ്തോത്രം. ഈ ചിന്താകുലം കൊണ്ടിടും. സ്തോത്രം. എന്തോ ചിന്താകുലം? ചിലർ മിക്കവരും എന്ന് പറയും, പാസ്റ്ററേ, കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവർ ദൈവഭാഗത്ത് കടന്നു വരുന്നില്ല. നമുക്ക് പറയാം, ഒരു 10-ാം ക്ലാസ് 12-ാം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതിനും ലിമിറ്റുണ്ട്. സ്തോത്രം. പിന്നെ അവരവരുടെ തീരുമാനമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. നമ്മൾ കംപ്ലൈൻറ്റ് പറയരുത് കുഞ്ഞുങ്ങളുടെ, മറ്റുള്ള ഈ പ്രായമുള്ളവരുടെ, ഹല്ലേലൂയ, മക്കളുടെ കാര്യത്തിൽ. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് വിളിക്കും, പ്രാർത്ഥനയ്ക്ക് വാ, കടന്നു വാ. അവർ മർക്കടമുഷ്ടിയായിട്ട് ഭവനത്തിലിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ചെയ്യാനുള്ളത് അറയിൽ കിടന്ന് വാതിലടയ്ക്കുക, പറയേണ്ടവനോട് പറയുക. ദൈവം കാര്യങ്ങളെ വ്യത്യാസം വരുത്തും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ചിന്താകുലം, മാതാപിതാക്കളുടെ ചിന്താകുലമാണ്. മക്കൾ ദൈവഭാഗത്ത് കടന്നു വരുന്നില്ല. പാസ്റ്ററേ, നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് മാറ്റമില്ല, ഇവനൊരു മാറ്റം അല്ലെങ്കിൽ എപ്പോഴാണ് വരുന്നത് എന്നെല്ലാം ഒത്തിരി പേര് പറയുന്നുണ്ട്. സ്തോത്രം. ഞാൻ എടുത്തു പറയട്ടെ, ചിന്താകുലത്തെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് കർത്താവ് പറഞ്ഞു. സ്തോത്രം. ഒരു റിസൾട്ടുണ്ട്, ഒരു മറുപടിയുണ്ട്. അത് വളരെ വിദൂരയല്ല. പല പ്രാവശ്യം ദൈവാത്മാവ് നമ്മോട് പറഞ്ഞു, നീ ചില കുഴികൾ വെട്ട്. ഹല്ലേലൂയ. ചില കുഴികൾ വെട്ട്. ഹല്ലേലൂയ. കുഴികൾ വെട്ടാൻ തയ്യാറാണോ? എത്ര പേർ തയ്യാറുണ്ട്? പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ചില കുഴികൾ വിശ്വാസത്താൽ ഭവനത്തിൽ, അല്ലെങ്കിൽ സഭയിൽ, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ചില അല്ലെങ്കിൽ ചെറിയ കുഴി, കഴിവിൻ്റെ പരമാവധി ഹല്ലേലൂയ പ്രാർത്ഥനയൊന്ന് കൂട്ട്. ഹല്ലേലൂയ. റിസൾട്ട് ഭയങ്കരമായിരിക്കും. കാറ്റ് കാണാതെ, മഴ കാണാതെ ഹല്ലേലൂയ കുഴികൾ വെള്ളം കൊണ്ട് നിറയുവാനിടയായി തീരും. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ചിന്താകുലങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവേ, ഞാൻ ഇന്നു മുതൽ എൻ്റെ പൈതങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ വറിയാകുന്നില്ല, എന്നാലും എൻ്റെ കുഞ്ഞുങ്ങളല്ലേ അപ്പാ, ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. അവർ കർത്താവിലേക്ക് കടന്നു വരും. വിശ്വാസത്തോടെ ഞാൻ ആയിരിക്കുന്നപ്പാ എന്ന് പറയുമ്പോൾ പിശാച് പരാജയപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. പിന്നെ കല്യാണം നടക്കുന്നില്ല. ഒത്തിരി പേര് അവരുടെ ഏജപ്പായി, ഇനി ഞങ്ങൾ നോക്കുന്നില്ല.
നമ്മുടെ ഈ സഭയുടെ ചുറ്റുപാടുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉറക്കമില്ലാതെ ഞാൻ ഭാരപ്പെടുന്നത് എന്തുകൊണ്ട്? കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയുടെ സ്വരം കൂട്ടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, പിശാചിൻ്റെ പരിപാടികൾ അവൻ കുറേശ്ശെ അകത്ത് കയറി വന്ന് പിരിമുറുക്കി കുഞ്ഞുങ്ങളുടെ കല്യാണത്തെ തടസ്സമാക്കി വെച്ചിരിക്കുന്നത്, ആ ബന്ധനമെല്ലാം പൊട്ടുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രാർത്ഥന കൂട്ടിക്കോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലില്ല. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, കുഞ്ഞുങ്ങൾ ആരും വിശ്വാസത്തിലില്ല. സ്തോത്രം. അതും ശാന്തമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം സമയമാവുമ്പോൾ വ്യത്യാസം വരുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ മേൽ കൊണ്ടുവരുന്ന ചിന്താകുലമാണ് രോഗങ്ങൾ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതലിൻ്റെ മേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗങ്ങൾ വരുന്നതെന്ന് മിക്കപേരും ചിന്തിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എടുത്തു പറയട്ടെ, ഞാൻ നേരത്തെ പറയാൻ വന്നതാ. ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് വേണ്ടി ആരിടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ കുടുംബത്തിൽ മാറാത്ത രോഗങ്ങൾ പിശാചിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ജനുവിനായിട്ട് പറയുക, അത് ഈ ദിവസങ്ങളിൽ കണ്ടുണർന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യണം. ഹല്ലേലൂയ. ദൈവസഭ വളരണം, ദൈവസഭ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ് ആരൊക്കെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെ തള്ളിയിടുവാൻ, രോഗത്തിൽ കുരുക്കുവാൻ വേണ്ടി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ദൈവം വലിയവ ചെയ്യുവാനിടയായിത്തീരും. ദൈവാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനകളെല്ലാം എന്നോട് സംസാരിക്കുവാനിടയായിത്തീരും. ഈ ഇവിടുത്തെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എൻ്റെ കാലിന് ആക്സിഡൻ്റ് ഉണ്ടാക്കിയത്, ഇവൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്, എന്നാലും ഞാൻ സ്റ്റിക്കിട്ട് നടന്നു. ഇവിടെ കൂടെയൊക്കെ ഞാൻ സ്റ്റിക്കിട്ട് നടക്കുമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നടന്ന് ഹല്ലേലൂയ പല പ്രാവശ്യം ദൈവസന്നിധി വൈഫൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവം വിടുതലയ്ക്കുവാനിടയായി തീർന്നു. ഈ കഴിഞ്ഞതിൻ്റെ ബാക്കിലുള്ള ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ 3 ദിവസത്തെ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി ലോർഡ്സ് ടേബിളെല്ലാം കഴിഞ്ഞ് വൈഫ് അങ്ങ് അകത്തോട്ട് പോയി. ഞാൻ നമ്മളെ ജൂനിയർ ചർച്ചിൻ്റെ ആ ഭാഗത്ത് എത്തി. ബൈബിളും ബാലൻസ് വന്ന വൈനൊക്കെ എല്ലാം ഇങ്ങനെ കൊണ്ട് ഞാനിങ്ങനെ ഒരു ലോഡുമായിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് ഞാൻ അവിടെ ഡോറിൽ എത്തുന്നതിന് മുന്നേ വൈഫിനോട് പറഞ്ഞു, എടി 3 ദിവസം ഉപവസിക്കാൻ ദൈവം സഹായിച്ചു, ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ ഉടനെ ബ്രുമ്മനെ ചെന്ന് ഞാൻ മറിഞ്ഞടിച്ച് ഈ ഡാമേജുള്ള കാല് തന്നെ ചെന്ന് ഇടിച്ച്, ഈ കഴിഞ്ഞ നടന്ന സംഭവമാണ്. ഒരു കാലിങ്ങ് അടിയിലോട്ട് പോയി, ചട്ടമെല്ലാം നിലത്ത് ഇടിച്ച് ഞാൻ അവിടെ കിടന്നു. നല്ലൊരു സൗണ്ടായിരുന്നു, വൈഫ് അകത്തായിരുന്നു. സ്തോത്രം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇടി ഞാൻ വീണെന്ന് പറഞ്ഞു ഒന്ന്. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി ആരിടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവോ അവനെ തകർക്കുവാനാണ് പിശാച് നോക്കുന്നത്. അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ, വിട്ടുകൊടുക്കരുത്. ശക്തമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം ഈ ദിനങ്ങളിൽ മാനിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ സ്നേഹമില്ലാതാക്കുക. ഹല്ലേലൂയ. ചിന്താകുലമിടുക. ഹല്ലേലൂയ, സ്തോത്രം. ഇനി സ്നേഹമില്ലാതാക്കുക. നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാം സന്തോഷത്തോടെയൊക്കെ ആയിരിക്കും കുടുംബത്തിൽ പോകുന്നത്. പെട്ടെന്നൊരു സംസാരമുണ്ടാകുമ്പോൾ സ്നേഹം അവിടെ ഇല്ലാതെയാകും. സ്നേഹമുള്ള കുടുംബം എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. പതിയെ ഇങ്ങനെ ഉയർത്തിയാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും സ്നേഹമുള്ളവരാ. സ്തോത്രം. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. മാതാപിതാക്കളെ സ്നേഹിക്കണം. അവർ പ്രായമായതെങ്കിൽ അവരെ പോയി കാണണം ഇടയ്ക്കിടയ്ക്ക്. സ്തോത്രം, ഹല്ലേലൂയ. എനിക്കധികം പോകാൻ സമയം കിട്ടുന്നില്ല. തിരുമലയാണ്, സഭയുടെ കാര്യങ്ങളും ഒക്കെ നോക്കി പോകുന്നതുകൊണ്ട് അധികം പോകാനുള്ള സമയം കിട്ടും. പരസ്പരം സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളെയൊക്കെ വിളിച്ച് വീട്ടിലൊരു ആഹാരമൊക്കെ കൊടുക്കുന്നത് അതൊരു സ്നേഹബന്ധമാണ്. എത്ര പേരങ്ങനെ ചെയ്തിട്ടുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹിക്കണം. ഈ ഭൂമിയിൽ ഞാൻ പറയട്ടെ, ഈ മരിച്ചു കിടക്കുമ്പോൾ വന്ന് പറയുന്ന കള്ളത്തനം കാണണം. എൻ്റെ അമ്മ പണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അയാൾക്ക് അപ്പ ജീവൻ വന്ന് എഴുന്നേറ്റ് നല്ലൊരു അടി പറ്റിച്ചേനെ. ഹല്ലേലൂയ. എൻ്റെ പപ്പായും എൻ്റെ പാസ്റ്ററും കൂടെ ഒരു ദിവസം ഒരു ഫ്യൂണറലിന് പോയി. അപ്പോൾ മരിച്ചു കിടക്കുന്നു. അപ്പോൾ പാസ്റ്റർ നിന്ന് അങ്ങ് സംസാരിക്കും. നല്ലൊരു മനുഷ്യനായിരുന്നു, ദേശത്തും വീട്ടിനും എല്ലാം കൊള്ളാവുന്ന മനുഷ്യൻ. ചിലരുന്ന് പല്ല് കടിക്കുന്നു ഇങ്ങനെ. ഹല്ലേലൂയ. അപ്പം എൻ്റെ പപ്പയ്ക്കറിയാം ഇദ്ദേഹം ആൾ ശരിയല്ലാത്ത ആളാണ്. അപ്പം ഫ്യൂണറൽ കഴിഞ്ഞിട്ട് പപ്പയോട് ചോദിച്ചു, പാസ്റ്റർ എന്തിനാ അങ്ങനെ കള്ളം പറഞ്ഞത്? നമുക്ക് നിലനിൽപ്പ് വേണ്ടി, അവിടെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇദ്ദേഹം കുടിയനായിരുന്നു, അല്ലെങ്കിൽ ദേശത്തും അല്ലെങ്കിൽ വീട്ടുകാർക്കും എല്ലാം തലവേദനയായിരുന്നു. ഇങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്?
മരിച്ചു കിടക്കുമ്പോൾ. ഹല്ലേലൂയ. ജീവിച്ചിരിക്കുമ്പോൾ നല്ല 2 വാക്ക് പറയണം. അവരെ സ്നേഹിക്കണം, അവർക്ക് ആവശ്യമുള്ള തുണി വാങ്ങിച്ചു കൊടുക്കും. മാതാപിതാക്കളാണെങ്കിൽ അവരെ ചെന്ന് കാണണം. ഹല്ലേലൂയ. ഇതൊക്കെയാ സ്നേഹമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് ഒത്തിരി പോകുന്നില്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. അത് പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. സ്തോത്രം. കുഞ്ഞുങ്ങളുമായിട്ടും നല്ല സ്നേഹബന്ധത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ എടുത്തു പറയട്ടെ, നമ്മുടെ സന്തോഷത്തെ കുറേശ്ശെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ പരിപാടി. യവൻ കുറേശ്ശെ വന്നിങ്ങനെ അറുത്ത് അല്ലേ, വചനം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അറുപ്പാനും മുടിപ്പാനും. കുറേശ്ശെ വന്ന് അറുത്ത് അവസാനം മുടിഞ്ഞു. ഹല്ലേലൂയ. വീഴുമ്പോഴായിരിക്കും അറിയുന്നത്. നമ്മുടെ സന്തോഷത്തെ ഇല്ലാതെയാക്കുക, നമ്മുടെ സമാധാനത്തെ ഇല്ലാതെയാക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കണ്ടുണർന്ന് ഈ ദിനങ്ങളിൽ ശാസിച്ച് പ്രാർത്ഥിക്കണം. അതിനെയെല്ലാം കർത്താവെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സെറ്റ് പ്രാർത്ഥന അങ്ങ് കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്തിട്ട് വേണം ഹല്ലേലൂയ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവെ, എൻ്റെ കുടുംബത്തെ പ്രാർത്ഥിച്ച് തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ നിത്യത നഷ്ടപ്പെടരുത്. എൻ്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. അവരെ രക്തവെളുപ്പിൽ അങ്ങ് സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. കുടുംബജീവിതം നന്നായിട്ട് നയിക്കുവാൻ, കുടുംബജീവിതം എങ്ങനെ നയിക്കണമെന്ന് അറിയത്തില്ല കർത്താവെ, അത് ഇന്ന് നല്ലവണ്ണം കുടുംബജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരു സെറ്റ് പ്രാർത്ഥന രാവിലെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. സ്തോത്രം. കർത്താവ് അവിടെ അത് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. മൂന്നാമതായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം എന്താണ്? ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവവുമായുള്ള അല്ലെങ്കിൽ ദൈവ പൈതലിൻ്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. ഏതൊക്കെ മേഖലകളിൽ കൂടെയാണ് പിശാച് കടന്നു വരുന്നത്? പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു, നിരന്തരമായി ദൈവത്തിൽ നിന്നുള്ള ദൈവബന്ധത്തെ തകർത്ത് കളയുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. സ്തോത്രം. മൂന്നാമതായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം എന്താണ്? സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഹല്ലേലൂയ. പിശാചിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് യൂണിറ്റിയെ എടുത്തു കളയുക. സ്തോത്രം. ഇത് അവൻ്റെ ഒരു ചെറിയൊരു കീ ഹോളാണ്. പതിയെ ഇതുവഴി കയറി അകത്ത് വന്ന് ഇവൻ നല്ലൊരു വീട് വെച്ചതിന് ശേഷം ആ വീട്ടിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു സാധനം തൂക്കാൻ വേണ്ടി വെളിയിലുള്ള ഒരാളിന് കൊടുത്തു. അവൻ ക്രമേണ അതിനകത്ത് ചീഞ്ഞു നാറുന്ന സാധനങ്ങൾ കൊണ്ടുവച്ചു. പിന്നെ ആ വീട്ടുകാർക്ക് അതിനകത്ത് താമസിക്കാൻ പറ്റാതെ അവരവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്നു. ഇതുപോലെയാണ് പിശാചിൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത്. നമ്മുടെ സഭയ്ക്കകത്ത് ചെറിയ കീഹോളുകൾ ഇട്ടിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ അടിക്കുക, അല്ലെങ്കിൽ അവരുടെ ഐക്യത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനെ കണ്ടുണർന്ന് ഹല്ലേലൂയ, ഈ പിശാചിനെ കണ്ടുണർന്ന് ശാസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ദൈവം വലിയവ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. പിന്നെ സെപ്പറേറ്റ് ആക്കുക. സ്തോത്രം. മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്ന് ഭാര്യയും ഭർത്താവിനെയും സെപ്പറേറ്റ് ആക്കുക. സ്തോത്രം. ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ഇതിനെ കണ്ടുണരണം. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഇഷ്ടം എന്താണ്? സെപ്പറേറ്റ് ആകാൻ പാടില്ല, യൂണിറ്റി ആയിരിക്കണം. സ്തോത്രം. നമ്മുടെ സഭയിൽ പാസ്റ്റേഴ്സും യൂണിറ്റി ഉള്ളവരായിരിക്കണം. ഞാനും സമത് പാസ്റ്ററും നല്ല ഐക്യമുള്ളവരാണ്. ഹല്ലേലൂയ. പണ്ട് മുതലേ നല്ല ഐക്യമുള്ളവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ 2 നല്ല വാക്ക് പറയണം. ഞാനായാലും പാസ്റ്ററായാലും. ഹല്ലേലൂയ. പാസ്റ്റർ മരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ ആത്തിശാൻ എല്ലാവരും വിചാരിക്കും അല്ലെങ്കിൽ പുള്ളിയെ പൊക്കെ പറയുന്നു. അങ്ങനെയൊന്നുമല്ല. ബലഹീനനെ ആരായാലും ദൈവം പിടിപ്പിക്കും. നല്ല എൻകറേജിങ് 10 വാക്ക് അല്ലേ. ഞാനിവിടെ വന്ന സമയത്ത് ഒത്തിരി എന്നെ എൻകറേജ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ 2 നല്ല വാക്ക് കേൾക്കട്ടെ, അതുകൊണ്ട് പറയുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നല്ല യൂണിറ്റിയിൽ മുന്നോട്ട് പോകുക. ഹല്ലേലൂയ. പ്രായമുള്ളവരെ കാണുമ്പോൾ അവരെ സ്നേഹിക്കുക, കെട്ടിപ്പിടിക്കുക, ഒരു വിശുദ്ധ ചുംബനമൊക്കെ കൊടുക്കുക. ഹല്ലേലൂയ. അപ്പോൾ അവർക്കും നല്ലൊരു ആഗ്രഹമുണ്ടാകും വീണ്ടും വരണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പ്രായമുള്ളവരെ കാണുമ്പോൾ കൈകൂപ്പാറുണ്ട്. കാരണം പ്രായത്തിന് മൂത്തവരാ. സ്തോത്രം. എന്നിൽ നിന്നും പ്രായം കുറഞ്ഞവർക്ക് ഷെയ്ക്ക് കൊടുക്കാറുണ്ട്. സ്തോത്രം. ഇതൊന്നും ചിലർക്ക് ഞാനിങ്ങനെ കൈ കാണിച്ചാലും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പോകുന്നവരുണ്ട് എൻ്റെ അടുത്തുകൂടെ. അവരെവിടെയാണ് കയറി പോകുന്നത്? ആലയത്തിനകത്തോട്ട് പ്രാർത്ഥിക്കാൻ വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഹല്ലേലൂയ. നല്ലൊരു ബന്ധത്തിൽ വരിക. സഭ എന്ന് പറയുമ്പോൾ നല്ലൊരു ബന്ധം, സ്നേഹബന്ധം, ഒരു യൂണിറ്റി. സ്തോത്രം. പിശാചിൻ്റെ ലക്ഷ്യം എന്താണ്?
ഈ യൂണിറ്റിയെ എടുത്തു കളയുക, അവനെ ഉന്മൂലനാശം ചെയ്യുക, അവനെ അറുക്കുക, അവനെ മുടിക്കുക. ഹല്ലേലൂയ. അവസാനം ഹല്ലേലൂയ യൂണിറ്റിയിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് അതിനെ ഹല്ലേലൂയ നാശക്കോലമാക്കുക. ഇതാണ് പിശാചിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ യൂണിറ്റിയിൽ നിൽക്കുന്നത് പിശാചിന് ഭയങ്കര പല്ലുകടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ തന്നെ, ഐക്യത്തോടെ തന്നെ നമുക്ക് ഒരുമിച്ച് കരത്തോട് കരം കോർത്തു പിടിച്ച് ഹല്ലേലൂയ തോളമേ തോൾ കൈയിട്ട് ഒരുമിച്ച് നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിന്നെ ദൈവാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ ആഗ്രഹമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എല്ലാവരും ഉറച്ച സ്വരത്തിലൊന്ന് പറഞ്ഞ്, ദൈവത്തിന്റെ ആഗ്രഹമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ആഗ്രഹമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതാ, എൻ്റെ കുഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കണം. സ്തോത്രം. എൻ്റെ കുഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കണം. പക്ഷെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പിന്മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആശ്രയം എവിടെയാ? പന്നികളുടെ കൂടെയാണ്. സ്തോത്രം. പിന്നെ അവന് വിശുദ്ധിയില്ല. നേരാവണ്ണം ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് കർത്താവിനെ സേവിച്ച് മുന്നോട്ട് പോയ കുടുംബമാ. ഇപ്പോൾ അവന്റെ ജീവിതം എവിടെയാ? പന്നികളുടെ കൂടെ. അവൻ എന്താ കഴിക്കുന്നത്? പന്നികൾ കഴിക്കുന്ന വാളവരെയാ. ഹല്ലേലൂയ. ആശ്രയിക്കാൻ വേണ്ടി പോകുന്നത് എവിടെയാ? പോലീസിനെയാ. ആശ്രയിക്കാൻ വേണ്ടി പോകുന്നത് എവിടെയാ? രാഷ്ട്രീയ പ്രവർത്തകരെയാണ്. ദൈവാത്മാവ് പറയുന്നു, അതെല്ലാം നിർത്തലാക്കിയിട്ട് നീ തിരിച്ചപ്പന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്നെ ഉടുപ്പിക്കുവാൻ ഉടയാടയുണ്ട്, നിന്റെ കരത്തിലിടുവാൻ മോതിരമുണ്ട്, നിനക്ക് വേണ്ടി നല്ല ചെരുപ്പുണ്ട്, ഹല്ലേലൂയ, നിനക്ക് നല്ല വസ്ത്രം തരുവാനിടയായി തീരും. അപ്പന്റെ ഭവനത്തിലേക്ക് ഒന്ന് മടങ്ങി പോകുവാൻ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. റമാന റംതുനെ. ഹല്ലേലൂയ. എവിടെയാണ് നീ അപ്പന്റെ ഭവനത്തിൽ നിന്ന് മാറിപ്പോയത്? അപ്പോൾ മുതൽ പിശാച് നിന്റെ മേൽ കീഹോളിട്ട് കയറിയത്. അത് നീ അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഇനിയും നീ ഉണരുന്നുണ്ടെങ്കിൽ, ഇനിയും വാച്ച് ടവറിൽ പ്രാർത്ഥനാ ജീവിതം നീ ഉയർത്തുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവാത്മാവ് കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥനയിൽ ഉണരാം പ്രിയമുള്ളവരെ. പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാം. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. അറിയാത്തവർ അല്ലല്ലോ. അറിയാം ഇവൻ ഇവിടെ കൂടെയൊക്കെ വരുന്നത്. സ്തോത്രം. വിശ്വാസത്തിൽ നിൽക്കുന്നു, ചെറിയൊരു മദ്യപാനം. ഹല്ലേലൂയ. ഞാൻ താഴോട്ട് വരാം അതിൽ നിന്ന്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അശുദ്ധിയിൽ, അതായത് നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയാണ് ദൈവത്തിന് ഇഷ്ടം. സ്തോത്രം. അശുദ്ധമായത് മാറ്റുക. ജഡത്തിന്റെ പ്രവൃത്തികൾ അങ്ങ് മാറ്റുക. സ്തോത്രം. മാറ്റുക. സ്തോത്രം. മാറ്റേണ്ടതങ്ങ് മാറ്റുക. ജഡത്തിന്റെ പ്രവൃത്തികൾ. വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് പറയുകയും കോപം, ക്രോധം, ഈർഷ്യ, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഇതെല്ലാം ഹല്ലേലൂയ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5:19 മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. മറ്റു ജാതികളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രം. വിശുദ്ധൻ വല്ലവിധേനയും രക്ഷപ്പെടുന്നു. സ്തോത്രം. അപ്പോൾ അശുദ്ധന്റെ കാര്യം പറയണോ? വേണ്ട. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്നൊരു ശോധന ചെയ്യുന്ന ദിനമാണ്. കർത്താവേ, എൻ്റെ വീടിനകത്ത് ഏതെങ്കിലും മേഖലയിൽ കൂടെ പിശാച് കയറിയിട്ടുണ്ടോ? അതെനിക്കിപ്പോൾ കാണുവാൻ കഴിയുന്നില്ല. അവൻ ഏതെങ്കിലും കീ ഹോൾ ഇട്ടിട്ട് കയറിയിട്ടുണ്ടോ? ഞാൻ വാച്ച് ടവറിൽ പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ അതെന്നെ കാണിക്കണമേ കർത്താവേ എന്ന്. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കും? കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, അപ്പാ, ഞാൻ ഇന്ന് മുതൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഒന്നാമത് എൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന്. അശുദ്ധനെ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മാറ്റുക. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇനി അടുത്ത് കർത്താവ് വരുന്നത് എന്തിനാണ്? ജീവൻ നൽകുവാൻ. ഹല്ലേലൂയ. പിന്നെ സമൃദ്ധിയായിട്ടുള്ള ജീവൻ നൽകുവാൻ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ജഡമായി തീർന്നു. ഈ ജഡം
എന്ത് ചെയ്തു? ആ വാക്യം ഒന്ന് വായിച്ചേ. അല്ല, ഞാൻ പറഞ്ഞ ഭാഗം. അത് തന്നെ. ഹല്ലേലൂയ. ഈ വചനമാണ് ജഡമായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ജഡമായി തീർന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ഈ കർത്താവ് നമ്മുടെ അടുക്കൽ കടന്നു വന്ന എന്തിനാ? പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനുള്ള അതോറിറ്റി നൽകുവാൻ. സ്തോത്രം. ബലം നൽകുവാൻ, ശക്തി നൽകുവാൻ വേണ്ടി ഈ കർത്താവ് നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അല്ലെങ്കിൽ കർത്താവ് എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിശാചെ, നിന്റെ ഒരു പരിപാടികളും ജയിക്കാൻ പോകുന്നില്ല, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ജയിക്കാൻ പോകുന്നില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെയെല്ലാം ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് തന്നെ അന്നത്തെ ദിവസം ആരംഭിക്കണം. പിശാച് വിട്ടുപോകുവാനിടയായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിപ്പീൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട്. നമ്മളിവിടെ നിർത്തി വായിക്കാം. നമ്മളിവിടെ ധാരാളം വചനങ്ങൾ കേൾക്കുന്നു. സ്തോത്രം. ഈ ഹല്ലേലൂയ കർത്താവ് വചനമായവൻ നമ്മുടെ ഇടയിൽ കടന്നു വന്നു. സ്തോത്രം. ഈ വചനം ഒത്തിരി നാം കേൾക്കുന്നു. കേട്ട് നാം ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. ഇതിനെ കുറേശ്ശെ കൊണ്ട് ഫീൽഡിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ചെറുതാകും. വീണ്ടും കേൾക്കുന്നു, വീണ്ടും വീർക്കുന്നു. സ്തോത്രം. ഇതുപോലെ വചനം നാം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ വചനം ഹല്ലേലൂയ ഓരോരുത്തരുടെ മേൽ പല ടൈപ്പിലാണ് വീഴുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. ഹല്ലേലൂയ. താഴോട്ടൊന്ന് വായിച്ച്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. അപ്പൊ ഞാൻ ഇതിനെ 4 ഭാഗമായിട്ട് ഞാൻ പറയാം. ഈ ആരാധന കഴിയുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഇതിനകത്തിരുന്ന് ചിന്തിച്ച കർത്താവേ, ദൈവവചനം ഇവിടെ പ്രസംഗിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നു, കൺവെൻഷനിൽ നിന്നൊക്കെ കേൾക്കുന്നു. ഇത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വീണുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് ശോധന ചെയ്തിട്ട് വേണം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു പോകാൻ. ആദ്യം വായിച്ചാട്ടെ. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും. ചില വചനം ഇവിടെ വിതയ്ക്കുമ്പോൾ എവിടെയാ വീഴുന്നത്? വഴിയരികിൽ വീഴുന്നു. സ്തോത്രം. നമ്മളിൽ വന്ന് വീഴാൻ കഴിയാതെ അത് വഴിയരികിൽ വീഴുന്നു. അതിനെ എന്ത് ചെയ്യുന്നു? അവസാനം പറഞ്ഞാട്ടെ. ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്യുന്നു. വേറൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ചവിട്ടിക്കളയുന്നു. പിന്നെ പക്ഷികൾ വന്ന് അതിനെ തിന്നുകളയുന്നു. വചനം വന്ന് വീണ ഉടനെ തന്നെ സന്തോഷത്തോടെ എടുക്കുന്നു. പക്ഷേ പക്ഷികൾ വന്ന് എടുത്തുകൊണ്ട് പോവുക. പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പിശാച് എന്തെങ്കിലും ആക്രമണങ്ങൾ അഴിച്ചു വിടുമ്പോൾ പെട്ടെന്ന് പിന്മാറി പോകുന്നു. സ്തോത്രം. അടുത്തത്. മറ്റു ചിലത് പാറമേൽ വീണ്. രണ്ടാമത് പാറസ്ഥലത്ത് വീണു. അതിനെന്തില്ല? വായിച്ചാട്ടെ. മുളച്ചു നനവില്ലായകയാൽ ഉണങ്ങിപ്പോയി. അതിന് നനവില്ലാതെ. വേറെ ഭാഗത്ത് പറയുന്നത് വേരില്ലായികയാൽ. അതിന് താഴോട്ട് പോകാൻ പറ്റത്തില്ല. പാറസ്ഥലത്തല്ലേ വീണത്. ഈ വചനം ചിലരുടെ മേൽ വീഴുന്നത് പാറസ്ഥലത്ത് വീഴുന്നത് പോലെയാണ്. വചനം വളരെ സന്തോഷത്തോടെ കേൾക്കുന്നു, പക്ഷേ വേരില്ല. ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഈ കർത്താവിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീരുന്നു. അടുത്ത്. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു. മൂന്നാമത് മുള്ളിനിടയിൽ വീണു. സ്തോത്രം. അതിൻ്റെ എന്താ പറയുന്നത്? താഴോട്ട്. മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഈ മുള്ളും കൂടെ വളർന്നു വരികയാണ്. വചനം കേട്ടു, വിശുദ്ധ ജീവിതം നയിക്കുന്നു, പക്ഷെ നിന്റെ ജീവിതത്തിൽ ചില മുള്ളുകൾ, കുടുംബത്തിലെ വ്യക്തികൾ, ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ബന്ധുക്കളിൽ നിന്നുള്ള കുത്തുവാക്കുകൾ, ഇതൊക്കെ കേട്ട് മുള്ളിനിടയിൽ വീണ ഹല്ലേലൂയ വിത്ത് പോലെ ഹല്ലേലൂയ വളരുവാൻ ആവശ്യമായ പോഷകങ്ങളൊക്കെ അടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും വളരുവാനായിട്ട് അനുവദിക്കുന്നില്ല. ഇങ്ങനെയാണോ നിന്റെ ജീവിതം? ഹല്ലേലൂയ. എന്താ പറഞ്ഞിരിക്കുന്നത്? മുള്ളും കൂടെ വളർന്ന് അതിനെ ഞെരുക്കിക്കളയുന്നു. മുന്നോട്ട് പോകുവാൻ അനുവദിക്കുന്നില്ല. പിശാച് ഞെരുക്കുകയാണ്. സ്തോത്രം. ഈ അവസ്ഥയിലാണോ വചനം നിന്റെ മേൽ കിടക്കുന്നത്? ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ, ഞാൻ വചനം വളരെ സന്തോഷത്തോടെ കേൾക്കുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. രോഗങ്ങൾ കൊണ്ടിട്ട് എന്നെ കുത്തുന്നു, വേദനകൾ കൊണ്ടിട്ട് എന്നെ കുത്തുന്നു, പിരിമുറുക്കങ്ങൾ കൊണ്ട്, അസ്വസ്ഥതകൾ കൊണ്ട്, ബന്ധുക്കളിൽ നിന്നുള്ള കുത്തുവാക്കുകൾ കൊണ്ട്, ഈ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് ജോലി സ്ഥലത്ത് നിന്ന് എന്നെ പരിഹസിക്കുന്നു, മുന്നോട്ട് ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ജീവിതമേ, കർത്താവിനോടൊന്ന് പറയ, കർത്താവേ, എന്നെ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. വഴിയരികെ വീണ വിത്ത് പോലെയല്ല. സ്തോത്രം. പാറസ്ഥലത്ത് വീണ വിത്ത് പോലെയല്ല. സ്തോത്രം. മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയല്ല. അടുത്ത്. നാലാമത്. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. 8:15.
നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹല്ലേലൂയ. ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. കരങ്ങളുയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. നല്ല വചനമോ, ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ ജീവന്റെ വചനം സമൃദ്ധിയായി കർത്താവ് നമുക്ക് ജീവൻ നൽകി. ഈ ജീവന്റെ വചനം നല്ല നിലത്ത് വീണ് 30, 60, 100 മേനിയായി ഫലം പുറപ്പെടുവിക്കുന്ന ദിനം വളരെ വിദൂരയല്ല. അത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമുക്ക് സമൃദ്ധി നൽകും. നമ്മുടെ ആരോഗ്യനില ദൈവം മെച്ചപ്പെടുത്തുവാനിടയായി തീരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നില ദൈവം ഹല്ലേലൂയ വലിയ വ്യത്യാസത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീരും. സഭയിൽ ദൈവം വിശാലത കൊണ്ടുവരുവാനിടയായി തീരും. അത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം കൂറുമാറ് ദൈവം വലിയ വിശാലത കൊണ്ടുവരുവാനിടയായി തീരും. ഹല്ലേലൂയ. കാറ്റ് വന്നാലും മഴ വന്നാലും എന്ത് വന്നാലും, പിശാചിൻ്റെ എന്ത് കുത്ത് വന്നാലും, ആരറുക്കാൻ വന്നാലും, ആര് മുറിക്കാൻ വന്നാലും, മുടിക്കാൻ വന്നാലും, കൊല്ലാൻ വന്നാലും, ഹല്ലേലൂയ, പ്രാർത്ഥനാ മുറിയിൽ വാച്ച് ടവറിൽ കണ്ണുകൾ ഉയർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നീ തളർന്നു പോകത്തില്ല. നിന്റെ മേൽ വീണതായ വചനം 100, 60, ഹല്ലേലൂയ 30 മേനി, 30, 60, 100 മേനി, 100, 60, 30 മേനി ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം ഉച്ച സ്വരത്തിൽ പറയണം, ഞാൻ വേരൂന്നിയിരിക്കുന്നത് പിശാചേ നിന്റെ അടുക്കലല്ല, ആറ്റിൻ്റെ അരികത്ത. അത് ഞാൻ കർത്താവില്ല. ആ കർത്താവ് പറഞ്ഞു എനിക്ക് ജീവൻ നൽകും, എനിക്ക് സമൃദ്ധിയായി ജീവൻ നൽകുമെന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് കടന്നു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകും. എല്ലാവരും ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് പറഞ്ഞേ, സമൃദ്ധിയായി ജീവൻ നൽകുവാൻ. കർത്താവ് നൽകിയ ഈ സമൃദ്ധിയായ ജീവൻ ഹല്ലേലൂയ നമ്മുടെ മേൽ കിടക്കട്ടെ, നമ്മുടെ മേൽ അത് വളർന്നുകൊണ്ടിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം. ഈ കർത്താവ് നമുക്ക് ജീവൻ നൽകി. ഈ കർത്താവിനെ നാം ഭക്ഷിക്കുന്നു. ലോർഡ്സ് ടേബിൾ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്തോത്രം. വായിക്കാം അത്. യോഹന്നാൻ 6:51. ഞാനാകുന്നു. കണ്ടോ? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. നിത്യത നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് വെച്ചുകൊണ്ട് ഹല്ലേലൂയ ഭൂമിയിലായിരിക്കുമ്പോഴെല്ലാം ഈ മേശയിൽ സംബന്ധിക്കണം. ആരും മേശയെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. പാപം വച്ചുകൊണ്ട് പ്ലീസ് എന്തെങ്കിലും പാപപ്രവൃത്തികളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിവായിരിക്കുക. ഈ പാപം വെച്ചുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആകും, അത് ശരീരത്തിൽ ഉറയ്ക്കും. വീണ്ടും അടുത്ത ആഴ്ച പാപം ചെയ്തിട്ട് വീണ്ടും വന്ന് കഴിക്കുന്നു, അത് ഉറയ്ക്കും. പിന്നീട് മരണമായിരിക്കും സംഭവിക്കുന്നത്. മരണം സംഭവിക്കുമ്പോഴായിരിക്കും ഹല്ലേലൂയ ലോകം അറിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തിരുമേശയോട് നാം അടുത്ത് വരികയാണല്ലോ. കർത്താവേ, അങ്ങ് കടന്നു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകുവാനും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ജീവിച്ചിരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ ദേശത്ത് ഹല്ലേലൂയ മറ്റുള്ളവരുടെ നടുവിൽ ഹല്ലേലൂയ പിശാച് പരാജയപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ജീവൻ നൽകി സമൃദ്ധിയായി ജീവൻ നൽകുവാനിടയായി. അതുകൊണ്ട് ഉറച്ച സ്വരത്തിൽ പറയാം, ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ ഞാൻ യൂണിറ്റിയിൽ തന്നെ ആയിരിക്കും. എൻ്റെ ഐക്യത്തെ, എൻ്റെ കുടുംബജീവിതത്തെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും കഴിയത്തില്ല. എൻ്റെ മേൽ കടന്നു വന്ന് പോരാടുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും കഴിയത്തില്ല. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, ഞാൻ തിരുമേശയോട് അടുത്ത് വരികയാണല്ലോ. ഹാലേലൂയ. എല്ലാവർക്കും തിരുമേശയെ സംബന്ധിക്കുന്നവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹാലേലൂയ. അങ്ങ് കടന്നു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി ജീവൻ നൽകുവാനാണല്ലോ. കർത്താവേ, ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുന്നു. കേട്ട ദൈവവചനത്തിന് മുൻപാകെ